നമസ്കാരം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ സുരേഷ് ഗോപി പ്രാർത്ഥിക്കുന്നൊരു വീഡിയോ. എന്തിനാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ കാണിക്കുന്നത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ ആയിട്ടുള്ള വേടൻ വരുന്നേ മാടൻ വരുന്നേ കാടൻ വരുന്നേ മാടനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ റാപ്പർ വേടനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കസ്റ്റഡിയിലാണ്. ആ ന്യൂസ് ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നതായിരിക്കാനാണ്. ചെറിയൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം അറിയാത്തവർക്കായി. അപ്പോൾ വേടനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റീസൺ കഞ്ചാവിൽ തുടങ്ങി കഞ്ചാവിൻ്റെ സപ്ലയർ ആരാ, ഇതിലാരിലേക്കാണ് പോകുന്നത് അന്വേഷണം എന്നതിൽ നിന്ന് നേരെ ഈ ഒരു അന്വേഷണം മാറി മറിഞ്ഞ് വേടൻ്റെ കഴുത്തിൽ കിടക്കുന്ന പുലിയുടെ പല്ലിലേക്ക് വേടൻ അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം പുലിയുടെ പല്ലാന്നുള്ളത് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വേടൻ കുടുങ്ങും. അപ്പോൾ വേടൻ കുടുങ്ങും എന്ന് പറയുന്ന സമയത്ത് വേടൻ മാത്രമാണോ ഇവിടെ കുടുങ്ങുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ സുരേഷ് ഗോപി പുലിനഖോ പുലിപ്പല്ലോ എന്തോ ഒരു സംഗതി അതുപോലത്തെ തോന്നിക്കുന്നൊരു സംഗതി ലോക്കറ്റ് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് INTUCയുടെ നേതാവ് ഏതോ ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട് DGPക്ക്. കാരണം ഇതിങ്ങനെ വേടൻ്റെ ജാതിയുടെ പ്രശ്നത്തിലാണ് വേട്ടയാടപ്പെടുന്നത്. അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ സവർണനായിട്ടുള്ള സുരേഷ് ഗോപി ഇതേപോലെ ഇട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയുടെ പേരിലും കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഗതി വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആ ലാലേട്ടൻ ആനക്കൊമ്പ് വിഷയം എടുത്തിരുന്നുണ്ട്. കാരണം സവർണനായ കാരണം കൊണ്ടാണ് ലാലേട്ടൻ്റെ പേരിൽ ആനക്കൊമ്പിൻ്റെ ആ ഒരു വിഷയത്തിൽ കേസ് എടുക്കാതെ പോയത് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിൻ്റെ അതിൽ ശ്രീജിത്ത് പണിക്കരുടെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് അതിലേക്ക് വരാം. ഈ വേടൻ എന്താണ് വേടൻ അഗെയിൻസ്റ്റ് ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ചെറിയൊരു പോർഷൻ മാത്രം കേട്ടോ. നാളെ വേടനെ വീണ്ടും തൃശ്ശൂർ വിയ്യൂരിലുള്ള ജുവലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഈ ജുവലറിയിലാണ് ഈ പുലിപ്പല്ല് കൊടുത്ത് സ്വർണം കെട്ടിച്ച് മാലയാക്കി കഴുത്തിലിട്ടത് എന്ന് വേടൻ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് നാളത്തെ തെളിവെടുപ്പ് നടത്തുക. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിനാണ് നിലവിൽ വനംവകുപ്പ് ഒരുങ്ങുന്നത്. 2 ദിവസവും വേടനെ കൃത്യമായി ചോദ്യം ചെയ്യുകയും. അപ്പോൾ ഈ ഒരു കേസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന് നോക്കുന്നത് വേടൻ മാത്രമാണോ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് കംപ്ലൈൻറ്റ് പറഞ്ഞു. അങ്ങനെ നോക്കുന്ന സമയത്താണ് നമ്മളിതാ ഈ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു വ്യക്തി, നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ലാലേട്ടൻ മല്ലു JD എന്നറിയപ്പെടുന്ന ചങ്ങാതി മുകേഷ് M. നായർ. അയാളിപ്പോൾ ഒരു കേസൊക്കെ പോക്സോ കേസിലൊക്കെ പെട്ടിട്ട് അത്യാവശ്യം കുടുങ്ങി കിടക്കുന്ന സിറ്റുവേഷനാണ്. ഇയാളുടെ ഒരു വീഡിയോ പുറത്തു വന്നു. ഇയാളുടെ കഴുത്തിൽ നോക്കുന്ന സമയത്ത് അയാളുടെ കഴുത്തിൽ എന്തോ ഒരു സാധനം ഉണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ അപ്പോൾ ഞാൻ ആ ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോയിൽ കാണുന്ന എന്തോ ഒരു സാധനം ഇയാളുടെ കഴുത്തിലുണ്ട്. പുലിപ്പല്ലാണോ പുലിനഖാണോ എന്നറിയില്ല, ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നറിയില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ സ്വന്തം അഖിൽമാരാറിൻ്റെ കഴുത്തിലുണ്ട് എന്തോ ഒരു സംഗതി, ഇങ്ങനെ പുലിപ്പല്ലോ പുലിനഖോ എന്തോ ആണ്. വോട്ടെവർ എന്താണ്, ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ പുലിയുടെ ആണോ എന്തിൻ്റെ ആണെന്നുള്ളത് അവർ തെളിയിക്കട്ടെ വരും ദിവസങ്ങളിൽ. ഇതൊക്കെ നമ്മളിന്ന് ഈ ഒരു ടോപ്പിക് എടുക്കാണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിൽ നമ്മളെ ഡിറ്റക്റ്റീവ് മൊട്ടസാറിൻ്റെ ഒരു വീഡിയോ കണ്ടു. അതായത് പുള്ളിങ്ങനെ TV ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ വേടൻ്റെ എന്താ പറയുക കഴുത്തിലെ ലോക്കറ്റൊക്കെ റൗണ്ട് ചെയ്ത് അപ്പുറത്ത് ഇങ്ങനെ സുരേഷ് ഗോപിയുടെ കേസൊക്കെ എടുത്ത് ചർച്ച ചെയ്യുന്നത് കണ്ടു. കാരണം വെച്ചാൽ അത് കേസ് കൊടുത്തിട്ട കാര്യം കൊണ്ടാണ്. അപ്പോൾ ആ ക്ലിപ്പ് നമുക്ക് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശ്രീജിത്ത് പണിക്കർ എന്താണ് ലാലേട്ടൻ വിഷയമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നവരോട് ഇതിന് മറുപടി എന്നുള്ള സംഗതി കൂടി കേൾക്കാം. ഇത് വേടൻ ഉപയോഗിച്ച ഒരു പുലിപ്പല്ല്, ആ പുലിപ്പല്ലാണ് ഇപ്പോൾ കേസായി കുരുക്കായി മാറിയിരിക്കുന്നതും ഇതിൻ്റെ പേരിലാണ് വേടൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും. ഈ പുലിപ്പല്ല് യഥാർത്ഥത്തിലുള്ളൊരു പുലിപ്പല്ലാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വേടനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നതും. ഒരു പുലിപ്പല്ല് വേടൻ്റെ മാലയിൽ കാണാം. ഈ പുലിപ്പല്ല് തനിക്ക് ഒരു സുഹൃത്ത് നൽകിയതാണെന്നും മലേഷ്യയിലുള്ള ഒരു തമിഴ് വംശജനായ സുഹൃത്ത് നൽകിയതാണെന്നും ആ രഞ്ജിത്ത് എന്ന് പറയുന്ന സുഹൃത്ത് നൽകിയ പുലിപ്പല്ല് പിന്നീട് തൃശ്ശൂരിൽ കൊണ്ടുപോയി ജുവലറിയിൽ കൊണ്ടുപോയി അത് ലോക്കറ്റാക്കി മാറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വേടൻ വനംവകുപ്പിന് കൊടുത്തിരിക്കുന്ന മൊഴി. ഇതനുസരിച്ചാണ് വേടനെ ഇപ്പോൾ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും കസ്റ്റഡിയിലാക്കിയിരിക്കുന്നതും. ഇനി സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് 2 പുലിപ്പല്ലുകളാണ്. ഇവിടെ 2 പുലിപ്പല്ലുകളെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയില്ല ഇത് സുരേഷ് ഗോപിയാണ്. ഏതായാലും മൊട്ട അതിനെ പുലിപ്പല്ലാക്കി 2 പുലിപ്പല്ലുകളാണ് കാണുന്നത് പറഞ്ഞു. പക്ഷേ ഒരുപക്ഷെ ചിലപ്പോൾ അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റായി മാറിയിട്ടുണ്ടായിരിക്കാം, നമുക്കറിയില്ല. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതും അറിയില്ല, ഡ്യൂപ്ലിക്കേറ്റായി മാറിയോ എന്നുള്ളതും അറിയില്ല. വ്യക്തമാക്കേണ്ടത് ഇത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ, സ്വർണത്തിൽ കെട്ടിയ പുലിപ്പല്ലു പോലെയുള്ള 2 ഭാഗങ്ങൾ ആണ് നമ്മൾ കാണുന്നത്.
ഒന്നുകിൽ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെങ്കിൽ ചോദ്യം ഇതാണ്, വേടൻ ഒരു പുലിപ്പല്ല് ഉപയോഗിച്ചപ്പോൾ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തുവെങ്കിൽ 2 യഥാർത്ഥ പുലിപ്പല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയില്ല, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും സമാനമായ പ്രൊവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ വരില്ലേ? അപ്പോൾ ഇത് ഒന്നുകിൽ പുലിപ്പല്ല് അതല്ലെങ്കിൽ പുലിനഖം, ഇതെന്താണ് എന്നുള്ളതാണ് ഇനി വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ്. നിലവിൽ വന്യജീവി നിയമം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയില്ല. അത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുക. ഒന്നുകിൽ ഇത് പുലിപ്പല്ലിനോടോ പുലിനഖത്തോടോ സാദൃശ്യമുള്ള ഒരു ലോക്കറ്റാണ്, അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണ്. യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണെങ്കിൽ സുരേഷ് ഗോപിക്ക് വേടന് ബാധകമായ അതേ നിയമങ്ങൾ തന്നെ ബാധകമാകും. അത് ഒറിജിനൽ ആവാൻ ചാൻസ് ഇല്ല അല്ലേ? മനസ്സിലായിണ്ടാവും ഞാൻ പറയുന്നത് കേട്ടോ. ഇത് ഒറിജിനൽ ആവാനുള്ള ചാൻസ് ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആവാനുള്ള പരിപാടി തന്നെ ആയിരിക്കാം. എവിടെന്നെങ്കിലും എന്തെങ്കിലും ഉപസാദൃശ്യമുള്ള സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയാനേ മാർഗുള്ളൂ. അല്ലാണ്ട് ഒരു കാരണവശാലും അത് ഒറിജിനൽ പുലിനഖാണ് പുലിപ്പല്ലാണ് എന്നൊന്നും പറഞ്ഞു വരാൻ ചാൻസസ് ഇല്ല. അത് യഥാർത്ഥമല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് പുലിനഖമോ ഡ്യൂപ്ലിക്കേറ്റ് പുലിപ്പല്ലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് സുരേഷ് ഗോപി വ്യക്തമാക്കിയാൽ മതി. അതാണ് ഇപ്പോൾ DGPക്ക് ഒരു പരാതിയായിട്ട് വന്നിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലും നിരവധി ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനൊരു പരാതിയുമായി INTUCയുടെ ഒരു നേതാവ് ഇപ്പോൾ DGPയെ സമീപിച്ചിരിക്കുന്നത്. നിയമം എല്ലാവർക്കും ഒന്നു തന്നെയായിരിക്കണം. നിയമം എല്ലാവർക്കും ഒന്ന് തന്നെയായിരിക്കണം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഹരീഷ് വാസുദേവൻ ശ്രീഹരി എന്ന് പറഞ്ഞ ചങ്ങാതി ഇതിനെക്കുറിച്ചുള്ളൊരു പോസ്റ്റ് ഇട്ടുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം പോയി നിന്നാൽ പുലിനഖമാല ധരിച്ച കുറേ പേരെ കാണാം. അതൊക്കെ ഒറിജിനലാണോ? എല്ലാവർക്കും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള അനുമതി ലഭിച്ചിട്ടാണോ കാശ് കൊടുത്ത് മേടിച്ച് ഇതൊക്കെ ദേഹത്തിട്ടുകൊണ്ട് നടക്കുന്നത്? ചുമ്മാ ഒന്ന് അന്വേഷിച്ചാലോ, അന്വേഷണത്തിൻ്റെ ഭാഗമായി ഓരോരുത്തരെ പിടിച്ച് അകത്തിട്ടാലോ, ജാമ്യമൊക്കെ എടുത്ത് പുറത്ത് വരട്ടെന്നേ. ഇദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ള മാല നല്ല ഭംഗിയുണ്ട്, അങ്ങനെ വല്ലതുമാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ്. അതേപോലെ വേടനെ ന്യായീകരിച്ചുകൊണ്ട് വേടൻ്റെ കലയിലെ ആഴമുള്ള രാഷ്ട്രീയത്തോട് അത് യുവതലമുറയെ സ്വാധീനിക്കുന്നതിനോട് ഇവിടുത്തെ ഒരു വിഭാഗം മീഡിയ തൊഴിലാളികൾക്കും മേൽജാതി പോലീസുകാർക്കും എന്തുമാത്രം ചൊറിച്ചിലും അസഹിഷ്ണുതയും ദേഷ്യവും ഉണ്ടായിട്ടുണ്ടാവണം. ഇമാതിരി ഹെഡ്ലൈൻ കൊണ്ട് അയാളുടെ കലാചരിത്രം റദ്ദാക്കും വിധം സെൻസേഷൻ ഉണ്ടാക്കാൻ മീഡിയ തൊഴിലാളികളിൽ എത്രയോ പേർ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് റൂം റെയ്ഡ് ചെയ്താലും വാഹനങ്ങൾ റെയ്ഡ് ചെയ്താലും പോലീസുകാരിലുമുണ്ട്. തലയിൽ മുണ്ടിട്ട് രാത്രി വ്യഭിചാരത്തിന് പോകുന്നവർ പകൽ നടത്തുന്ന ചാരിത്ര പ്രസംഗം പോലുണ്ട്. അനുപാതരഹിതമായ ഡിസ്പ്രപ്പോർഷനേറ്റ് ഈ സെൻസേഷണലിസം. കള്ള ആനക്കൊമ്പ് മോഹൻലാൽ നായരുടെ വീട്ടിൽ നിന്ന് പിടിച്ചാൽ അയാൾക്കില്ലാത്ത കുറ്റമാണ് വേടൻ്റെ കാശ് കൊടുത്ത് വാങ്ങിയ പുലിപ്പല്ലിന്. മോഹൻലാലിന് ഇളവ് കൊടുത്തു രായ്ക്ക് രാമായണ സർക്കാരിൻ്റെ ഉത്തരവിറങ്ങി വേടൻ ജയിലിലും കിടക്കും. അതാണ് ജാതി പ്രിവിലേജ്. സിന്തറ്റിക് ലഹരിക്കെതിരെയുള്ള കേരള പോലീസിൻ്റെ വേട്ട എത്തി നിൽക്കുന്നത് 1.5 ഗ്രാം കഞ്ചാവുകാരനായ സെലിബ്രിറ്റികളെ പിടിക്കുന്നത് വെച്ച് ചാനലുകളിൽ ഭരചന്ദ്രൻ കളിക്കുന്നതിലാണ്. ജാതിയാണ് പുളയ്ക്കുന്നത്, സമൂഹം നന്നാക്കാനുള്ള വ്യഗ്രതയല്ല. അത് സ്വയം തിരിച്ചറിയുന്നതാണ്. റീവിസിറ്റ് യുവർ പ്രയോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റാണുള്ളത്. ഇനി നമുക്ക് മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് റിലേറ്റഡ് കേസായിട്ട് ശ്രീജിത്ത് പണിക്കർ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. ആ ഒരു എക്സ്പ്ലനേഷനും കൂടി നിങ്ങൾ കാണും. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാം. ആ ഒരു പ്രിവിലേജ് കിട്ടിയതും വേടൻ അത് കിട്ടാതെ വന്നതും എന്നൊരു ചോദ്യം ആൾക്കാർ പറയുന്നുണ്ട്. ഇതിൻ്റെ നിയമവശമോ ഈ വിഷയം എന്താണോ എന്ന് കൃത്യമായി അറിയാത്ത ആൾക്കാരാണ് പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത് ഒന്നിലൊരു ആനയാണ്, രണ്ടാമത്തേതിലൊരു പുലിയാണ്. ഈ ആന എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാവുന്ന ഒരു ജീവിയാണ്. അതിന് സാധ്യതയില്ലാത്ത ഒരു ജീവിയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന പുലി. ഒന്ന് ആനയുടെ കൊമ്പാണ്. ഈ ചെരിഞ്ഞ ആനയുടെ കൊമ്പ് നിയമപരമായി കൈവശം വെക്കാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം. എന്നാൽ പുലിയുമായി ബന്ധപ്പെട്ട് പുലിയെ ഹണ്ട് ചെയ്യുക എന്ന രീതിയിലാണ് ഉപയോഗിക്കുക. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതല്ല. പുലിക്ക് ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ല, മറിച്ച് ആനയെ സംബന്ധിച്ചിടത്തോളം ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പൊ മോഹൻലാലിന്റെ വീട്ടിലും മറ്റൊരു പരിശോധന നടക്കുന്ന സമയത്താണ് അവിടെ വെച്ച് ഈ ആനക്കൊമ്പ് കാണുന്നത്. അപ്പൊ ആനക്കൊമ്പ്, ഇത് വർഷം 2011 അപ്പൊ അങ്ങനെ ഈ ആനക്കൊമ്പ് കാണുന്നു. ആ ആനക്കൊമ്പ് അവർ കസ്റ്റഡിയിൽ എടുക്കുന്നു. ആ സമയത്ത് മോഹൻലാൽ അവിടെ ഇല്ല. പക്ഷെ അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം ചെയ്തിരുന്ന ആദ്യത്തെ കാര്യം ഈ ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതിന്റെ രേഖകൾ എന്താണ് എന്ന് അദ്ദേഹം ഈ രേഖാമൂലം അധികൃതരെ, പ്രത്യേകിച്ച് വിവിധ വകുപ്പുകളെ, പിന്നീട് ഇന്ത്യയിലെ തന്നെ പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ അറിയിക്കുകയാണ് ചെയ്തത്. അതായത് കൃഷ്ണകുമാർ എന്ന പേരിലുള്ള ഒരു വ്യക്തിയുടെ സ്വന്തം ആന, കൃഷ്ണൻകുട്ടി എന്നോ മറ്റോ ആണ് ആ ആനയുടെ പേരുണ്ടായിരുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിഞ്ഞ ആനയാണ്. അപ്പൊ ഈ കൃഷ്ണകുമാർ എന്ന വ്യക്തിക്ക് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ചെരിഞ്ഞതാണ് എന്നതിന്റെ രേഖയുണ്ട്. ഉടമസ്ഥൻ ഇദ്ദേഹം തന്നെ ആയതുകൊണ്ട് ഈ കൊമ്പിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് തന്നെയാണ് എന്നതിന്റെ രേഖയുണ്ട്.
ഈ രേഖകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഈ ഉടമസ്ഥൻ എന്താ ചെയ്തത്, ഈ കൃഷ്ണകുമാർ എന്താ ചെയ്തത്, മോഹൻലാലിന് അതൊരു ഗിഫ്റ്റ് പോലെ കൊടുത്തതാണ്. അപ്പൊ ഇത് കൈവശം സൂക്ഷിക്കാനുള്ള അവകാശം കൃഷ്ണകുമാറിനുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെ മോഹൻലാൽ ഹാജരാക്കുന്നു. അത് കിട്ടിയതിന് ശേഷം ഈ അധികൃതർ എന്താ ചെയ്തതെന്നറിയില്ലേ? അധികൃതർ പറഞ്ഞത് മോഹൻലാൽ ഇത് കൊണ്ടുപോയിക്കോളാനാണ് പറഞ്ഞത്. അതായത് ഇതിന് നിയമപരമായിട്ട് ഈ എടുത്തിരിക്കുന്ന സാധനം ആയതുകൊണ്ട്, വ്യവഹാര നടപടി തീരാത്തതായതുകൊണ്ട് ഇതിനൊരു ഫീ ഉണ്ട്. അത് അടച്ചതിന് ശേഷം ഈ ആനക്കൊമ്പ് കൊണ്ടുപോകാൻ പറഞ്ഞു, അല്ലാതെ അവരത് പിടിച്ചവരുടെ കയ്യിൽ വെച്ചിരിക്കുകയല്ല. അപ്പൊ അത് അങ്ങനെ അവർക്ക് തിരിച്ചു നൽകി. പിന്നീട് ഈ കൈവശാവകാശം അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് 2016 അതായത് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം പണം വാങ്ങിയിട്ടല്ലാതെ മോഹൻലാലിന് ഇത് സമ്മാനമായി നൽകുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട ആ ലീഗൽ പ്രൊസീജിയർ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇതിന്റെ കൈവശാവകാശം 2016 നിയമപരമായിട്ട് മോഹൻലാലിന് വന്നു. അപ്പൊ ഇതോടുകൂടി ഇതിന്റെ ഹിസ്റ്ററി പൂർണ്ണമായി. അതായത് ആനയുടെ ഉടമസ്ഥാവകാശം, അത് ചരിഞ്ഞു എന്നുള്ള വിവരം, കൊമ്പിന്റെ അവകാശം, കൈവശാവകാശ കൈമാറ്റം, ഇതെല്ലാം നിയമപരമായതുകൊണ്ട് തന്നെ പിന്നെ ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നിയിട്ട് സംസ്ഥാന സർക്കാർ തന്നെ ആ കേസ് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ആ സമയത്ത് 2 ആൾക്കാരുടെ പരാതി ഉണ്ടാകുന്നു, പിന്നീട് ഒരു പൊതുതാൽപര്യ ഹർജി ഉണ്ടാകുന്നു. അപ്പൊ അത് കേട്ട സമയത്ത് പെരുമ്പാവൂരിലോ മറ്റോ ഉള്ള കോടതിയാണ് പറയുന്നത് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന്. അപ്പൊ അതിന് വീണ്ടും ആ കേസ് ഹൈക്കോടതിയിൽ വരുന്നു. ഹൈക്കോടതി എന്ത് ചെയ്തു? അതിനെ സ്റ്റേ ചെയ്തു. ഇപ്പോഴും ഈ പ്രൊസീജിയർ എല്ലാം തന്നെ സ്റ്റേ ചെയ്ത് അവിടെ നിൽക്കുകയാണ്. ഇത് ഈ കാര്യത്തിനെ എടുത്തതിന് ശേഷമാണ് പുലിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം, പുലിയുടെ കൈവശാവകാശം നമുക്കുണ്ടോ, പുലിയുമായി ബന്ധപ്പെട്ട ഓണർഷിപ്പ് ഉണ്ടോ, ഈ പുലി എങ്ങനെയാണ് ചത്തിരിക്കുന്നത്, അതിനെ ഹണ്ട് ചെയ്തിരിക്കുന്നതാണോ അല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ടോ, ഇതൊന്നും ഇല്ലാന്നേ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ നിയമപരമായി നിങ്ങൾക്ക് പ്രൊസസ് ചെയ്യാവുന്ന രേഖകളുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി കമ്പയർ ചെയ്തിട്ട് ആൾക്കാർ ഇവിടെ പറയുന്നത് എന്താ? വീണ്ടും ജാതിക്കാരനാ, ഇല്ലെങ്കിൽ മോഹൻലാൽ ഇവിടെ നിന്ന് ഇത് ജാതിക്കാരനാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പൊ നേരത്തെ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന വേടനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേടൻ പാർശ്വവൽക്കരിക്കപ്പെട്ടയാണോ മെയിൻ സ്ട്രീം ആണോ? വേടൻ മെയിൻ സ്ട്രീം ആണ്. അദ്ദേഹത്തിന് നിരവധി വേദികൾ കിട്ടുന്നതാണ്, ഇന്ത്യയിലും പുറത്തും കിട്ടുന്നതാണ്, യുവാക്കളുടെ ഇടയിലും മറ്റുള്ള ആൾക്കാരുടെ ഇടയിലും വലിയ സ്വാധീനമുള്ളയാളാണ്, മാധ്യമങ്ങൾ കവർ ചെയ്യുന്നയാളാണ്, സോഷ്യൽ മീഡിയയിലെ എല്ലാ വിഭാഗം, നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമല്ല പല വിഭാഗത്തിലുള്ള, അതും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജാതി വിഭാഗമല്ല, പല വിഭാഗത്തിലുള്ള ആരാധകരുള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ഒരാൾ മെയിൻ സ്ട്രീമാണ്. ആ ആള് തന്നെ സമ്മതിക്കുന്നു, ഞാനിത് ഉപയോഗിച്ചു, ഇതിൽ ഗൂഢാലോചനയില്ല, ഞാൻ വെള്ളമടിക്കുന്നയാളാണ്, ഞാൻ വലിക്കുന്നയാളാണ്, കഞ്ചാവ് വലിക്കുന്നയാളാണ്. ഇത് പറയുമ്പോഴും അയാൾക്കില്ലാത്ത പ്രശ്നം വെച്ചുകൊണ്ട് മറ്റു ചില ആൾക്കാർ ഇയാളുടെ സംരക്ഷകനാകുക. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു പരിപാടി നിങ്ങൾ എന്ന് നിർത്തും?